ഓപ്പോയുടെ ഓപ്പോ ഫൈൻ 10 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ ഫൈൻ 10 എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഉള്ളിൽ 7.82 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ വരുന്നതായിരിക്കും. OLED പാനലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. റെസൊല്യൂഷൻ വരിക 2268x2440 ആയിരിക്കും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പുറത്തും ഒരു ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പുറത്ത് 6.31 ഇഞ്ചിൻ്റെ ഒരു OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. റെസൊല്യൂഷൻ വരിക 2484x1116 ആയിരിക്കും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറായിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ഇപ്പോഴുള്ള സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ആ മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 16 GB റാം വരെയും 1 TB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. വേറെയും വെർഷൻസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് വരാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും മിക്കവാറും വരില്ല. LPDDR5Xൻ്റെ റാം ആയിരിക്കും ഈ ഫോണിൽ വരിക. UFS 4.0 സ്റ്റോറേജ് ടൈപ്പും വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 48 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വന്നേക്കാം. ഇതിൽ OS എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത് 48 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വന്നേക്കാം. പിന്നെ മൂന്നാമത് 64 MP ഒരു ടെലിഫോട്ടോ ലെൻസ് വന്നേക്കാം. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൽ OS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്തേക്കാം. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഡിസ്പ്ലേയിലും സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഒരു ഡിസ്പ്ലേയിൽ 32 MP സെൽഫി ക്യാമറയും മറ്റൊരു ഡിസ്പ്ലേയിൽ 20 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ ബാക്ക് ക്യാമറ വെച്ചിട്ട് തന്നെ സെൽഫി ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം പുറത്ത് ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ആ ഒരു ഡിസ്പ്ലേ വ്യൂ ഫൈൻഡർ ആയിട്ട് യൂസ് ചെയ്തിട്ട് ബാക്ക് ക്യാമറ വെച്ചിട്ട് തന്നെ സെൽഫി ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4805 mAhൻ്റെ ബാറ്ററി ഈ ഫോണിൽ വന്നേക്കാം. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ചിലപ്പം ഇതിൽ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്തേക്കാം. Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വന്നേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ 2023 4th ക്വാർട്ടറിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ്. അതായത് അടുത്ത് തന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി ഇപ്പം നമ്മൾ നിൽക്കുന്നത് 4th ക്വാർട്ടറിലാണ്. മിക്കവാറും ആദ്യം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. അതിനുശേഷം മാത്രമായിരിക്കും ഇന്ത്യ പോലുള്ള മാർക്കറ്റുകളിലോട്ടൊക്കെ ഈ ഫോൺ എത്തുക. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൺഫേം ഒന്നും ആയിട്ടില്ല. ഓപ്പോ ഫൈൻ 10 ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോണും ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോൾഡബിൾ ഫോണാണ്. അത്യാവശ്യം കൂടിയൊരു പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെയായിരിക്കും ഈ ഫോണിൻ്റെ വില വരിക. ഒരു 1.25 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ ഫൈൻ 10 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ OnePlusൻ്റെ ഓപ്പൺ എന്നുള്ള ഫോൾഡബിൾ ഫോണും വരാൻ പോകുന്നുണ്ട്. ആ ഒരു ഫോൺ ഈ ഒരു ഫോണും സെയിം ആയിട്ടുള്ള ഫോണുകളായിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും അതിൻ്റെ കൺഫർമേഷൻസും വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളേത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.